പ്രചാരണത്തിലേക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണ ചൂടിലാണ് സ്ഥാനാർത്ഥികൾ. നേമത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നമ്മുടെ പ്രതിനിധി ഇന്ദുലേഖ രേണുവാണ് KS ശബരിനാഥനൊപ്പം ഉള്ളത്. ഇന്ദുലേഖ, ഗുഡ് മോർണിംഗ്. ഒപ്പം രണ്ടാൾക്കും ഗുഡ് മോർണിംഗ് ആണ്. KS ശബരിനാഥനും ഗുഡ് മോർണിംഗ് പങ്കുവച്ചേക്കൂ. എൻ്റെ വക അന്വേഷണവും അറിയിച്ചേക്കൂ. എന്താണ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്? തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ ഇത് കൊണ്ടേ പോകൂ എന്നുറച്ച തീരുമാനത്തിലാണോ KS ശബരിനാഥൻ? മോത്തി, നിയമത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ തണുപ്പൻ മട്ടൊന്നും അല്ല കേട്ടോ. നല്ല ചൂട് പിടിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണെന്ന് തന്നെ പറയാം. ആള് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും കണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയും അതുപോലെ തന്നെ വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ചേട്ടാ, രാവിലെ തന്നെ തുടങ്ങിയോ പ്രചരണം? രാവിലെ ഇറങ്ങി നമ്മൾ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരോടൊപ്പമാണ്. എല്ലാവരും തിരുമലവാടിയിലെ ചേച്ചിമാരാണ്. അപ്പോൾ എന്തായാലും ഞാനും ഇപ്പോൾ ഈ കവടിയാർ കൗൺസിലറൂടെ ആയതുകൊണ്ട് രാവിലെ ഇറങ്ങുമ്പോൾ അവരെ കാണാറുണ്ട്. അപ്പോൾ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ. ഞാൻ പൊന്നാട ഇട്ടിട്ടുണ്ട് വന്നപ്പോൾ. എവിടെ? ചേച്ചി, അപ്പൊ എങ്ങനെയാ ഇത്തവണ കോൺഗ്രസിനാണോ വോട്ട്? നേരെ അങ്ങനെ പറയാൻ പാടില്ല അല്ലേ? അപ്പൊ എങ്ങനെ രാവിലെ എല്ലാരും പണിക്ക് പോകാനൊക്കെയല്ലേ? നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയാൻ പാടില്ല, പൊളിച്ചു പറയാൻ പാടില്ല. അതാണ് ആരും ഇപ്പൊ പുറത്ത് പറയുന്നില്ല. രാഷ്ട്രീയം നിങ്ങൾ കണ്ടോ, മനസ്സിലായില്ലേ? അത് ഞാൻ അറിയാതെ ചോദിച്ചു, വിട്ടേക്ക്. എങ്ങനെയുണ്ട് ചേച്ചി നേമത്ത് തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് എത്തിയോ ഇങ്ങോട്ട്? എത്തിയില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ആദ്യത്തെ വോട്ടാണ് ഇങ്ങോട്ട്. മോത്തി, എല്ലാരും രാവിലെ തന്നെ TV-യിൽ വരാൻ വേണ്ടി സുന്ദരികളായിട്ട് വന്ന് നിന്നതായിരുന്നു. അപ്പൊ ഇവിടെ ആളുകളൊക്കെ നിറയെ ഇങ്ങനെ വന്നിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്, വോട്ട് അഭ്യർത്ഥിക്കുകയാണ്, തിരക്കിൽ തന്നെയാണ്. ഇതിനിടയ്ക്കാണ് നമുക്ക് വേണ്ടി കുറച്ച് പറഞ്ഞേക്കൂ. നമുക്ക് വോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. അത് ആർക്ക് എന്നത് അവനവൻ തീരുമാനിക്കണം. വോട്ടവകാശം വിനിയോഗിക്കാതിരിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചേക്കൂ. ഇല്ല, അവരെല്ലാവരും പ്രത്യേകിച്ച് ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ ധാരണയും ബോധവും ഉള്ളവരാണ് മോത്തി. കാരണം ആ ചേച്ചി പറഞ്ഞത് അങ്ങനെയാണ്, വോട്ട് എന്തായാലും ചെയ്യും, ആർക്കാണെന്ന് ഇപ്പോ പറയുന്നില്ല എന്ന്. പക്ഷെ എല്ലാവരും രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ സജീവമായിട്ടിരിക്കുകയാണ്. ചേട്ടാ, എന്നെ കൊച്ചായിരുന്നപ്പോ കണ്ടതാണ് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരു പശുണ്ട്, ഇപ്പൊ ദാസം കൂടി ജോലിയുണ്ട്, പെൻഷനായി. എന്നാലും പിള്ളേർ വോട്ട് ആയസയാണ്. എല്ലാവരും നല്ല രൂപത്തിൽ ഇരിപ്പുണ്ട്. അതൊക്കെ പോട്ട്. ഞാൻ കൊച്ചായിരുന്നപ്പോ വീട്ടിൽ വന്ന് എന്നെ കണ്ടുള്ള എന്നെ വിളിച്ചോണ്ട് വന്ന് ബാങ്കിലോട്ട് എഴുതി എന്റെ പോയി അങ്കിൾ വന്നിങ്ങനെ വിളിച്ചോണ്ട് വരുന്ന വ്യക്തിയാണ്. അച്ഛൻ ചെയ്തിട്ടുള്ള പോലെ ഉപകാരം ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യില്ല. എൻ്റെ അറിവ് വെച്ച് പറയണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ചേട്ടനെ കുറിച്ച് കാർത്തികൻ ചേട്ടൻ എന്നാണ് ഞാൻ അഭിസംബോധനയാണ് പറയുന്ന കാര്യങ്ങൾ ഈ നാട്ടിലുള്ള പഴയ ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യൻ ഇനി എൻ്റെ അറിവിലില്ല, ഉണ്ടാവുകയില്ല. പറയണോ പ്രത്യേകിച്ച്? അതാണല്ലേ നാട്ടുകാരുടെ സ്നേഹം. എല്ലാവരും പേഴ്സണൽ ബന്ധം ഇവിടെ നന്നായിട്ടുണ്ട്. കാരണം പണ്ട് തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തിന്റെ അച്ഛൻ MLA ആയിരുന്നപ്പോഴുള്ള ഭാഗമാണ് ഈ തിരുവല്ലയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഇലക്ഷന് വേണ്ടി മാത്രം ഇറങ്ങി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരാളല്ല. ഇവിടെയുള്ള എല്ലാ ആളുകളുമായിട്ടും നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പോസിറ്റിവിറ്റിയിലാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ വരുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ നിയമം UDF വിജയിക്കും. നമസ്കാരം. തെരഞ്ഞെടുപ്പ് कांग्रेस का कैंडिडेट हूँ अपना, ठीक है? असम से आप सब? वेस्ट बंगाल, वहाँ भी चुनाव चल रहे हैं अभी. ओके, तो मदद करना, ठीक है? सबको बोलना. फोटो यहाँ सब दिखेगा अभी उस साइड में, ठीक है? चलो मिलेंगे. हाँ, वोट यहाँ बोल रहे हैं. आप चुनाव के लिए जा रहे हो या कैसे जाएंगे यहाँ से? अच्छा, और वापस आएंगे उसके बाद? चलो ठीक है, वोट करने दो. എല്ലാ ഭാഷയും കയ്യിലുണ്ടല്ലേ? എല്ലാ നമ്പറും വേണ്ടേ? വോട്ട് करना जरूरी है, ठीक है? चलो. അപ്പൊ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽ എത്തി നിൽക്കുമ്പോ എന്താണ് ജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം? നമ്മളിങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിച്ചൊക്കെ പോലെ ഞാൻ പറയുന്നത്, നിയമത്തിനൊരു ചീത്തപ്പേരുണ്ട്. ഇവിടെ എന്തോ BJPയുടെ വലിയൊരു ശക്തി ദുർഗമാണെന്നൊക്കെ ഉള്ളത്. ശരിയായിട്ടുള്ള നിയമത്തിൻ്റെ സ്പന്ദനം അതല്ല. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള മതനിരപേക്ഷരായിട്ടുള്ള ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഒക്കെയുള്ള ഒരു കേരളത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ്. യഥാർത്ഥ കേരള സ്റ്റോറി നേമത്ത് നിന്ന് ഇത്തവണ വരും. നേമത്ത് ഇവിടെ ജയിക്കേണ്ടത് വർഗീയ ശക്തികളല്ല, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഭാവി നിയമത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ഇത്തവണ തീർച്ചയായിട്ടും ആ വിശ്വാസം തന്നെ നമ്മൾ വിജയിക്കും. നേമത്തെ BJPയെ കുറിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കുറച്ചധികം ആരോപണങ്ങളും അതുപോലെ തന്നെ കേസുകളും ഒക്കെ വന്നല്ലോ. അതായത് സ്വത്തിന്റെ കാര്യത്തിലൊക്കെ കൃത്രിമം കാണിച്ചാണ് രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങ് തന്നെയാണ് ആ ആരോപണവുമായി മുന്നിട്ട് ഇറങ്ങി നിന്നത്. അല്ല, ആ വിഷയമായിട്ട് ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഭരണാധികാരിയുടെ പരിമിതികൾ കാരണം
ആ നോമിനേഷനിൽ സ്വീകരിച്ചു. പക്ഷേ നിയമ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്. അതിൻ്റെ രേഖകളടക്കം നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് അത് പറയേണ്ടതാണ്. ഞാനതിലേക്ക് രാഷ്ട്രീയം പറഞ്ഞു പോകുമ്പോഴും അതിൽ കൂടുതൽ എൻ്റെ സമയം കളയാനില്ല. പാർട്ടി ബാക്കി കാര്യങ്ങൾ നോക്കും. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, സ്വന്തം വീടിൻ്റെ പോലും നോമിനേഷൻ ഡീറ്റെയിൽസ് പത്രികയിൽ വെക്കാത്ത ഒരാൾ എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് ദൈവനമ്പരാന് മാത്രം അറിയാം. അങ്ങനെ മറച്ചു വെക്കുന്ന ഒരാളെയാണോ നിയമത്തിന് ആവശ്യം? ആ ചോദ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വോട്ട് ചെയ്ത് സഹായിക്കണേ. കൈപ്പറ്റിയില്ല 9 തീയതി ഉണ്ടല്ലോ ഇവിടെ. ശരി, ഒന്ന് പോയിട്ട് കാണാം. രാവിലെ കച്ചവടമൊക്കെ അങ്ങനെ പോകണം. ശരി, അപ്പൊ രാവിലെ എല്ലാവരും 7 മണിക്ക് തന്നെ ഈ നിയമം അങ്ങ് സജീവമാവുകയാണല്ലേ? അല്ല, നല്ല സജീവമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും അവിടെ ആക്ച്വലി ഇവിടെ അല്ല ഇറങ്ങേണ്ടത്. നമ്മൾ അപ്പുറത്തൊരു വീടുകൾ കയറുകയാണ്. ഞാൻ രാവിലെ മുതൽ ഭവന സന്ദർശനമാണ്. എൻ്റെ ലൈൻ ഈ ജംഗ്ഷനിലൊക്കെ പോയതാണ്. മാമാ ശബരിനാഥൻ വീടെവിടാ? വോട്ട് ചെയ്ത് സഹായിക്കണേ. കൈപ്പറ്റിയില്ല പ്ലീസ്. എന്തായാലും സർക്കാരിന്റെ നേതാവിന്റെ മോനല്ലേ ശബരിനാഥൻ. താങ്ക് യു. എന്തായാലും ഇപ്പോൾ ഓട്ടമാണ്. ചെയ്തിരിക്കും. ഞങ്ങൾ നിങ്ങളെ ആള് തന്നെ, ഞങ്ങളെ കുടുംബമേ. ഉറപ്പ്, സത്യം. ശരി. ഈ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം വന്ന ഒരാളല്ല. ഇവിടുത്തെ ആളുകൾക്കെല്ലാം സുപരിചിതനാണ്. ഇപ്പൊ കാർത്തികേയൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ എത്ര സ്നേഹത്തോടെയാണ് ഇവരൊക്കെ ഓർക്കുന്നത്. അതൊക്കെ തന്നെ രണ്ടൊരു പാട്ട് പാടി കൂടി കേരളം മൊത്തം പോകും. നമ്മള് ഇന്ന് മാതൃഭൂമിയോടൊപ്പം പാർട്ടിയുടെ ഒരു ഗായകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എൽക്കാർക്ക് എന്തായാലും മോർണിംഗ് ഷോയുടെ 2 പേര് പാട്ടുകൂടെ പാടാൻ അവസരം. ദേവലോകരഥവുമായി തെന്നലെ 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 തേടി വന്നതാരനി തെന്നലെ 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 4 മണിപ്പൂവിരിഞ്ഞ നീലവനം പൊന്നണിഞ്ഞ 4 മണിപ്പൂവിരിഞ്ഞ നീലവനം പൊന്നണിഞ്ഞ മാനോടും മലയരിയിൽ ഞാനലയും താഴ്വരയിൽ പൂമടിയിൽ വീണുറങ്ങും പ്രേമവതിക്കോ പൂമണവും കുളിരും നീ കൊണ്ടുവന്ന്. ഓഹോ ഇതാണ് നിയമം. നിയമം സെറ്റാണ്. നമ്മൾ തോന്നിരിക്കും. ഓക്കെ, ശരി. ഒരു സെക്കൻഡ്, ചേട്ടന്റെ പേരെങ്ങനെ? കാണുന്ന ആളുകളൊക്കെ ഇത്രയും നല്ല ശ്രുതിയിലൊക്കെ പാടുന്നതാണ് നമ്മുടെ നേമത്ത് തിരുമലയുടെ ചേട്ടന്റെ പേര് സുരേന്ദ്രൻ ചേട്ടന്. എല്ലാവരും ഒന്ന് പരിഗണിക്കണം. അങ്ങ് പാട്ടിലൂടെ വൈറലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാ അപ്പം നമ്മൾ പിടിക്കും. വരും ദയവായിട്ട് കൊണ്ടുവന്നാ പോയിട്ട് വരട്ടെ. കാണാം. ശരി. എന്തായാലും ഞങ്ങൾ മാതൃഭൂമിയിലൂടെ വൈറലാക്കി തന്നിരിക്കും. ചേട്ടാ, അതുപോലെ തന്നെ നമ്മളിപ്പോ മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം LDFന്റെ ആയാലും ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക അങ്ങനെയുണ്ടോ? ഇല്ല, ആശങ്കയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി, എൻ്റെ പാർട്ടിയുടെ കാര്യം, ജനങ്ങളുടെ കാര്യം നോക്കി. ഞാൻ രാവിലെ 6 മണി തൊട്ട് ഫീൽഡിലുണ്ട്. രാത്രി വരെ ഈ വൈബാണ്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ആരെക്കുറിച്ച് കുറ്റം പറയുന്നില്ല. 2 സ്ഥാനാർത്ഥികളായിട്ട് എനിക്ക് രാഷ്ട്രം അങ്ങോട്ട് പോവാം. രാഷ്ട്രീയപരമായിട്ടുള്ള യോജിപ്പ് സജീവമായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് രാവിലെ നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രതിനിധി ഇന്ദുലേഖ രേണുവിനൊപ്പം ഉണ്ട്. ഒപ്പം നേമത്തിലെ ജനങ്ങൾക്കൊപ്പവും ഉണ്ട്. സുരേന്ദ്രൻ ചേട്ടൻ്റെ പാട്ട് പൊളിയാണ്, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്രായത്തിൽ ശബ്ദം ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുക, ശ്വാസം നിയന്ത്രിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? സുരേന്ദ്രൻ ചേട്ടൻ്റെ പാട്ട് വൈറലാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ശബരിനാഥൻ അണ്ണ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എല്ലാ മനുഷ്യരെയും ചില ജാടകളില്ലാതെ അങ്ങനെ നേരിട്ട്, തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും സമ്മിശ്രമായ രീതിയാണത്. മുതിർന്ന പുരുഷനെ അണ്ണ എന്ന് വിളിക്കുക, ആ അഭിസംബോധന, അതെനിക്ക് പെരുത്തി ഇഷ്ടമായിരിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചു. ഞാനും അങ്ങനെയാണ് കൊല്ലത്ത് മുതിർന്ന സഹോദരന്മാരെയൊക്കെ വിളിക്കാറുള്ളത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടതും.